അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരായ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇന്ത്യയിൽ തിരിച്ചയക്കണം എന്നുള്ളത് ഇൻ പ്രിൻസിപ്പിൾ അതിനെതിരില്ലായിരുന്നു നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ അവിടുത്തെ നിയമം ലംഘിച്ചവരാണെങ്കിൽ, അവരെ ഇന്ത്യക്കാരാണെങ്കിൽ തിരിച്ചു വരുന്നതിന് നമുക്ക് പരാതി ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ വ്യത്യാസം, പ്രസിഡന്റ് ട്രംപ് എല്ലാവരും 21 മില്യൺ ആളുകളെ അവിടുന്ന് പുറത്താക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു വലിയ വിപ്ലവകരമായ തീരുമാനമാണ്. അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല, നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ടാക്റ്റിക് എന്താണെന്ന് വെച്ചാൽ വളരെ എക്സ്ട്രീമായിട്ടുള്ള വ്യൂസ് മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ ഷോക്ക് ആൻഡ് ഓ, എല്ലാവരും ഭയപ്പെടുത്തുക. എന്നിട്ട് അതിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്കെയിൽ ഡൗൺ കുറേശ്ശെ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു റീസണബിൾ ആയിട്ടൊരു സ്ഥലത്തേക്ക് അത് വരും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അദ്ദേഹം വളരെ പെട്ടെന്ന് ഇലക്ഷന് മുമ്പ് തന്നെ ആളുകളെല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ഇവരെ അങ്ങ് അയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ, അയക്കുന്ന രാജ്യങ്ങളോട് കൺസൾട്ട് ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് കൊളംബിയയിലേക്ക് 2 പ്ലെയിൻ അയച്ചു, അവർ അനുവാദമില്ലാതെ. കൊളംബിയ തിരിച്ചയക്കുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് എന്താണ് പണിഷ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പണിഷ്മെന്റ് എപ്പോഴും ടാരിഫ് വാറാണ്. നമ്മൾ അമേരിക്ക പറയുന്നത് കേട്ടില്ലെങ്കിൽ നമ്മുടെ ടാക്സ് അവിടെ അയക്കുന്ന സാധനങ്ങളുടെ വില എത്രയാണ് കൂട്ടുക, അപ്പോൾ നമ്മുടെ ബിസിനസ് ഇല്ലാതാവും. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ടാക്ടിക്. അപ്പോൾ ആ പണിഷ്മെന്റ്, ഈ അമേരിക്കൻ പോളിസിയോട് ചേരാത്ത എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ ഇതായിരിക്കും ടാരിഫാണെന്ന് അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ കൊളംബിയയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ അവർ തിരിച്ചയച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഈ ടാരിഫ് വാർ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഡിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ടാരിഫ് വാർ ആകും എന്നുള്ള ഒരു കണ്ടീഷണാലിറ്റി വന്നിരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചത്. അപ്പം നമ്മുടെ വിദേശകാര്യമന്ത്രി വാഷിങ്ടണിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഇത് പറഞ്ഞു. കുറച്ച് ആളുകളുണ്ട് ഇവിടെ ഇല്ലീഗലായിട്ട് വന്ന ഇന്ത്യക്കാരുണ്ട്, അവർ തിരിച്ചയക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു പ്രിൻസിപ്പൽ പൊസിഷൻ പറഞ്ഞത്, വി ആർ റെഡി ടു ടേക്ക് ദം ബാക്ക്. ദാറ്റ് ഈസ് if they have violated the law, and secondly if they are originally Indians, because some people may not have documents, so what do you do? അപ്പം we may have expected a process. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, നരേന്ദ്രമോദി എൻ്റെ ഫ്രണ്ടാണ്, അദ്ദേഹം കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുമെന്ന് പറയുകയും കൺസൾട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നമുക്ക് വിഷവാസ്റ്റ് ആരൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് അയക്കുന്നതെന്നൊന്നും നമ്മൾ അന്വേഷിച്ചെന്ന് തോന്നുന്നില്ല. ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എന്തായാലും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവരെ പ്ലെയിനിൽ വിട്ടു. മിലിറ്ററി പ്ലെയിൻ ആണെന്ന് പറഞ്ഞു, നമ്മൾ സമ്മതിച്ചു. പക്ഷെ അവരെ ചങ്ങലയിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത് അറിയുന്നത്. അതൊരു വലിയ ഷോക്കായിപ്പോയി. പാർലമെന്റിൽ വലിയ ബഹളമായി. പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊരു കൺസൾട്ടേഷൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ്റെ കുഴപ്പമാണ് ഉണ്ടായത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരെ ഷാക്കിൾ ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ പറഞ്ഞിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നിർത്തിയിരിക്കുകയാണ്. മിലിറ്ററി എയർക്രാഫ്റ്റ് അയക്കേണ്ട എന്ന് പറഞ്ഞു. ബാക്കി നമ്മൾ ചർച്ച ചെയ്യാം. പ്രധാനമന്ത്രി അവിടെ പോകുന്നു. കാരണം എന്തൊക്കെ ഭ്രാന്തമായ തീരുമാനങ്ങൾ അമേരിക്ക എടുത്താലും നമുക്ക് അമേരിക്കയോടുള്ള ബന്ധം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. വിശേഷിച്ചും ചൈന നോക്കുമ്പോൾ. അപ്പോൾ ചൈനയുടെ കാര്യത്തിൽ അമേരിക്ക എപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളതിന് സംശയമുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഇഷ്യൂ ആക്കി നമ്മൾ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ തകർക്കാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മളതിനെപ്പറ്റി വലിയ നോയ്സ് ഒന്നും ഉണ്ടാക്കാതെ. ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ നമ്മുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആയി മാറി. BJPയെ തല്ലാൻ കിട്ടിയ ഒരു വടിയായിട്ട് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ അതല്ല, യഥാർത്ഥത്തിൽ അതൊരു ലാക്ക് ഓഫ് പ്രോപ്പർ പ്രിപ്പറേഷൻ, അങ്ങനെയാണ് അത് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊരു അതൊരു ആബറേഷനായിട്ട് മാറ്റി വെച്ചിട്ട് വി ഷുഡ് കണ്ടിന്യൂ ടു ടോക്ക് ടു ദം. ആരെയൊക്കെ അയക്കാൻ പോകുന്ന വെച്ചാൽ ഡീറ്റെയിൽസ് എല്ലാം നോക്കി അവരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുവരാനും ഉള്ള ഒരു തയ്യാറിലേക്ക് ഇനി മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതൊരു 1 ടൈം എക്സെപ്ഷൻ, ഒരു 1 ടൈം എറർ അല്ലെങ്കിൽ 1 ടൈം മിസ്റ്റേക്ക് എന്ന് കണക്കാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്കാർ അമേരിക്ക സ്വപ്നങ്ങൾ ഇന്ത്യക്കാരുണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് ഭയക്കേണ്ടതായിട്ട് എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ? ഒന്നുമില്ല. ഇത് ബാധിക്കുന്നുള്ളത് തീർച്ചയാണ്. കാരണം H1B വിസയുടെ കാര്യത്തിലും ട്രംപിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. കാരണം H1B വിസക്കാരാണ് കൂടുതലും ഇന്ത്യൻസ്. അവർ എഡ്യൂക്കേറ്റഡായി
ജോലി ചെയ്യാൻ തുടങ്ങുന്നു, അവർ ടാക്സ് കൊടുക്കുന്നു, അവർ ലെജിറ്റിമേറ്റ് അംഗീകരിക്കുന്നു. അപ്പോൾ അവരോട് പെട്ടെന്ന് പോകുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഇല്ലീഗൽ മൈഗ്രന്റിനെ പുറത്താക്കുന്ന പോലെ അല്ല. ദേവർ ഓൾ വെരി ലീഗൽ അറ്റ് വൺ ടൈം ഓർ ദി അതർ. പിന്നെ ദേ ഓവർ സ്റ്റേഡ് ഓർ ദേ ഡിസൈഡ് ദാറ്റ് ദേ വിൽ ഗെറ്റ് അനദർ സ്കോളർഷിപ്പ്. അതൊക്കെ അങ്ങനെ ട്രാൻസിറ്റിലുള്ളവരാണ് ഇവർ. പക്ഷെ അവരെ ക്രിമിനൽസ് ആയിട്ടൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല. അതിൽ നമ്മൾ പ്രിക്കോഷൻ എടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പരാതി. നമ്മുടെ ഗവൺമെന്റ് ഇതൊക്കെ പറഞ്ഞപ്പോൾ വാസ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ഇവരെ കൊണ്ടുപോകാൻ പോകുന്നത്, എന്ത് കണ്ടീഷനിലാണ്, വെള്ളം കുടിക്കാൻ പോലും ചെയിൻ അഴിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കഷ്ടം. അതൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആയിപ്പോയി. അല്ലെങ്കിൽ ഇതൊക്കെ വർക്കൗട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയായിരിക്കും അമേരിക്ക? ഇപ്പം ഞാൻ ഇന്ന് കേട്ട റിപ്പോർട്ടുകളിൽ ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ അവർ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി, സ്ക്രൂട്ടനൈസ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് അവർ വന്നത്, എന്ത് സ്കോളർഷിപ്പിൽ വന്നതാണ്. കാരണം ആളുകൾ ധാരാളം എത്തുന്നുണ്ട് അവിടെ, പല യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നു, അവർ ജോലി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഫണ്ടമെന്റലായിട്ട് മാറ്റണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ചൊരു വർക്ക് ഔട്ട് വിത്ത് അതർ കൺട്രീസ്, ആരെയൊക്കെ എങ്ങനെയൊക്കെ അയക്കണം, ഏത് കണ്ടീഷനിലാണെന്നൊക്കെ സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക്, ഇങ്ങനെ പ്ലെയിൻ അയക്കാതെ. ആ ഒരു ഗുണമെങ്കിൽ ഇതുണ്ടാകുന്നതാണ് എൻ്റെ വിശേഷം.